ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് ലക്ഷക്കണക്കിന് രൂപ ആളുകളിൽ നിന്ന് കളക്ഷൻ എടുത്ത് ഒരുപാട് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ചടങ്ങ് നടത്തുന്നത്. ഇപ്പൊ അസ്ർ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോ നേരത്തെ രോഗികളെ കിടത്തുന്ന കട്ടിൽ അതൊരു കട്ടിൽ വാങ്ങാൻ എത്ര കാശാവുമെന്ന് ചോദിക്കുകയും അങ്ങനെ അതിന്റെ 12,200 രൂപയാണ് അതിന്റെ വില എന്ന് പറഞ്ഞു 10,000 രൂപ ആ സമയത്ത് തന്നെ എടുത്തു തന്നു. പിന്നെ ഇപ്പോ 2,200 രൂപ എടുത്തു എന്നോട് പറഞ്ഞത് ആ കട്ടിലിൽ ഇനി വേറൊരാളുടെ പങ്ക് വേണ്ട, ഞാൻ തന്നെ അതിന്റെ കാശ് തരാണെന്ന് പറഞ്ഞുകൊണ്ട് കാശ് എടുത്തു തന്നു നമ്മുടെ തറമ്മൽ ബാപ്പു ഹാജി. അവസാനം ഇപ്പോ ഒരു 3,000 രൂപ നമ്മുടെ ഒരു സഹോദരി കൊടുത്തയച്ചു. ഭർത്താവില്ല, വരുമാനങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പെൻഷനോ മറ്റോ കിട്ടുന്ന കാശുകൾ സ്വരൂപിച്ചു വെക്കുന്ന ഒരു സഹോദരി 3,000 രൂപ ഇന്ന് വൈകുന്നേരം കൊടുത്തയച്ചിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ വലിയ സംഖ്യകൾ സഹായിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിനോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയൊക്കെ സാധ്യത്തിൽ തങ്ങളപ്പോ ദുആ ചെയ്തിട്ടുണ്ട്. ഇനി അവസാനം ഇവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യും എന്ന് ഞങ്ങൾക്കൊക്കെ റമദാൻ സഖാഫി ഉസ്താദിനും തങ്ങൾക്കൊക്കെ സംഘടനാപരമായി അത്യാവശ്യമായി പങ്കെടുക്കേണ്ട ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ സാന്ത്വന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നേരത്തെ തീരുമാനിച്ചത് കൊണ്ട് അതൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. നാട്ടിലെ പൊതുപ്രവർത്തന ഞങ്ങൾക്കൊക്കെ മാതൃകയായ ഒരു രൂപ പൊതുപ്രവർത്തന രംഗത്ത് നടത്തുമ്പോ 1 രൂപ പോലും ആഗ്രഹിക്കാതെ മറ്റാളുകളിൽ നിന്ന് 1 രൂപ വാങ്ങിയിട്ട് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും നമ്മുടെ ഇപ്പൊ ഈ വേദിയിലുള്ള പ്രായം കൂടിയ ഒരു പൊതുപ്രവർത്തകനാണ് OK അയ്യപ്പൻ.